ഈ ദുരന്ത ഭൂമിയിൽ നമ്മൾ ആകെ വിറങ്ങലിച്ച് നിൽക്കുമ്പോഴും നമ്മുടെ മുന്നിലേക്ക് ഈ 3 മണിയോടുകൂടി വന്ന ഒരു റേ ഓഫ് ഹോപ്പ് ആയിരുന്നു ഈ ഒരു സംഭവം, ഈ ഒരു തിരച്ചിൽ എന്നുള്ളത്. പക്ഷേ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന വേദന ഉണ്ടാക്കുന്നതാണ്. ഒരു ഘട്ടത്തിൽ അവർ പറഞ്ഞത് ഈ തിരച്ചിലിന് സിഗ്നൽ നെഗറ്റീവായി ഒരുപക്ഷെ എലിയോ മറ്റ് ജീവജാലങ്ങളോ ആകാമെന്ന് പറഞ്ഞ് പിന്മാറിയെടുത്തു നിന്നാണ് ഒരു ഇൻസ്ട്രക്ഷന്റെ കൂടി അടിസ്ഥാനത്തിൽ CMന്റെ ഓഫീസിൽ നിന്ന് വന്ന നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ അവർ വരുന്നു. അപ്പോൾ ആ വിലയിരുത്തലിലൊക്കെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. വീണ്ടും മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിക്കുന്നു, ഒപ്പം തന്നെ കൂടുതൽ പ്രവർത്തകർ എത്തുന്നു. അപ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ജീവന്റെ സ്പന്ദനമില്ല എന്നവർ ആവർത്തിച്ച് പറയുമ്പോൾ കൈമേയ് മറന്നു പ്രവർത്തിക്കുന്ന സേവാ പ്രവർത്തകരുണ്ട്. ഓരോ മണിക്കൂറിൽ നമ്മൾ ആവർത്തിക്കുകയാണ് അവരുടെ കാര്യം. അവരുടെ ഉൾപ്പെടെ പ്രതീക്ഷയോടെ നോക്കിയ ആ ഒരു പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റു എന്നൊരു വേദന ഉണ്ടാക്കുന്ന ഒരു വാർത്ത എന്തായാലും. പക്ഷേ അരുൺ നോക്കൂ, ഇപ്പോ ഈ പ്രദേശത്ത് വീടുണ്ടായിരുന്ന ആളുകളുടെ ബന്ധുക്കൾക്ക് തന്നെയും തന്നെയും അങ്ങനെ ഒരു പ്രതീക്ഷ, അതായത് അവര് റിയലിസ്റ്റിക് ആയി അങ്ങനെ ഒരു പ്രതീക്ഷ വെച്ചിരുന്നില്ല എന്നുള്ളത് കൂടി ഉണ്ടല്ലോ. അതെ ഈ കെട്ടിട ഉടമ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ പറഞ്ഞത് അതിനൊരു സാധ്യതയുള്ള അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ 83 വയസ്സ് പ്രായമുള്ള ആളായിരുന്നു. അവരൊരിക്കലും അതിലെ കടന്ന് വരുമ്പോൾ അവിടെ രക്ഷപ്പെടാൻ പറ്റാതെ അവിടെ അകപ്പെട്ടു പോയതാണ്. അപ്പോൾ അങ്ങനെ അത് കുടുങ്ങിയതാണെന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ ഈ തെരച്ചിലിൽ പ്രാവർത്തികമായ ഒരു പ്രതീക്ഷ കാര്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്നാണ് 5 മിനിറ്റ് മുന്നേ പോലും അവരെ ആ പ്രതികരണം ഉൾപ്പെടെ ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാകാം എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി ഉണ്ടാകാം നമുക്ക് അനുമാനിക്കാൻ പറ്റും. തീർച്ചയായും. No, today's work is finished. This site is cleared. What instruction have been given? This site is all cleared. There is no life. Maybe of some snake, frog or something like that. That's all. It was a dummy signal. It was not from a human being. That's true. Yeah, that is for sure. We have dug the area. We were clean sweep. Nothing was there. It was a dummy signal from frog or maybe some snake or something like that. No human being is trapped inside. This area is complete. Yeah, this site is completely 100%. അത് വലിയ പ്രതീക്ഷ നൽകിയിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകൾ ഇപ്പോൾ ആസ്ഥാനത്തായിരിക്കുകയാണ്. ആ പ്രതീക്ഷകൾ നിരാശയ്ക്ക് വഴിമാറിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ച് മുണ്ടക്കൈയിൽ നിന്ന് വാഹനങ്ങളെല്ലാം ഇനി പുറത്തേക്ക് പോവേണ്ടതുണ്ട്. വാഹനങ്ങളെല്ലാം പുറത്തേക്ക് പോവുകയാണ്. അരുൺ, ഇത് ഇടയ്ക്ക് നിർത്തിവെച്ച ആ മിഷൻ വീണ്ടും തുടങ്ങിയപ്പോ എന്തായിരുന്നു മനസ്സിൽ? ഇവിടെ നിന്നിരുന്ന രക്ഷാപ്രവർത്തകർക്കെല്ലാം ഒരു ജീവന്റെ തുടിപ്പുണ്ടെങ്കിൽ അത് നമുക്ക് നൽകുന്ന മൊറയിൽ, അത് നമുക്ക് നൽകുന്ന ആത്മവീര്യം വളരെ വലുതാണ്. അപ്പോൾ എന്തായിരുന്നു മനസ്സിലപ്പോൾ? അഭിലാഷ്, 3 മണിയോടുകൂടി ഇങ്ങനെ ഒരു വാർത്ത വരുന്നു. ഈ റഡാറിൽ ഇങ്ങനെ ഒരു സിഗ്നൽ തെളിഞ്ഞു. അത് ജീവന്റെ സ്പന്ദനമുണ്ടെന്ന ഒരു വാർത്ത വരുന്നു. പ്രതീക്ഷയോടെ മുണ്ടക്കൈ മല കയറി കൂടുതൽ രക്ഷാപ്രവർത്തകർ എത്തി, കൂടുതൽ സൈന്യം എത്തി, മണ്ണുമാന്തി യന്ത്രങ്ങൾ നമുക്ക് ഇതിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. ബേലിപ്പാലം വന്നതോടുകൂടി അത്തരത്തിലുള്ള സജ്ജീകരണം എല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ഒരു തെരച്ചിൽ, അത് പിന്നീട് ഒരു ഘട്ടത്തിൽ മടങ്ങുമ്പോൾ പോലും അവർ പറഞ്ഞത് സ്ട്രോങ് സിഗ്നൽ ആയിരുന്നു എന്നൊരു കാര്യം തന്നെയാണ്. അപ്പോഴും അവസാന സിഗ്നൽ നെഗറ്റീവായി എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് പ്രതീക്ഷ മങ്ങിയത്. പിന്നീട് ഒരു 20 മിനിറ്റിനകം ഇത് തുടരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് തത്സമയം വാർത്തകൾ നൽകുമ്പോൾ ഇത് തുടരുന്നു എന്ന് പറഞ്ഞ് അവരെത്തിയത് വലിയൊരു പ്രതീക്ഷ തന്നെയായിരുന്നു. ഈ നിൽക്കുന്ന രക്ഷാപ്രവർത്തകരൊക്കെ ആ പ്രതീക്ഷയിലാണ് കൈമേയ് മറന്ന് പ്രവർത്തിച്ചത്. പക്ഷേ ആ പ്രതീക്ഷ അസ്തമിച്ചു.